Hello friends, Anish Food Tech and Travel in പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുള്ള വളരെ ഇഷ്ടമായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു എഗ് റോളാണ്. എഗ് റോൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം? അതായത് ഇപ്പോൾ കുട്ടികളൊന്നും എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചിലവരൊന്നും ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഈ ഒരു എഗ് റോൾ നമുക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ വയറെന്ന് പറയും, അവർക്ക് മുട്ടയുടെയും അതുപോലെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ഒക്കെ പോഷകം, അതായത് അതിൻ്റെയൊക്കെ വിറ്റാമിൻസ് അകത്ത് വയറിനകത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് വളരെയധികം വിമുഖത കാട്ടുന്നവരായിരിക്കും. അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള റോളുകളും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൽ ഉപയോഗിക്കുന്ന മൈദയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൈദക്ക് പകരം ഗോതമ്പ് ഉപയോഗിക്കാം. പക്ഷേ ഗോതമ്പിനേക്കാളും ടേസ്റ്റ് മൈദയിൽ ഉണ്ടാക്കിയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മൈദ ഒന്ന് നമ്മുടെ ഗോതമ്പ് ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കണം. പിന്നെ വേണ്ടുന്നത് കുറച്ച് ഉപ്പ് വേണം. പിന്നെ വേണ്ടുന്നത് കുറച്ച് ഉള്ളി. നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ എടുത്തോളൂ. ഉള്ളി, കാബേജ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് വേണമെങ്കിൽ ബീറ്റ്റൂട്ട്, എന്തൊക്കെ വെജിറ്റബിൾസ് ഇടാൻ പറ്റുമോ അതൊക്കെ ഇട്ടോളൂ. അതൊക്കെ ഇടാം. പിന്നെ ഒരു മുട്ട, ഒരു റോളിന് ഒരു മുട്ട വെച്ചിട്ട് എടുക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ കുറച്ച് മസാല നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല. ഇങ്ങനെയുള്ള ഒരു മസാലയും കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമല്ല. ഇതിപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കിയത് ബാക്കിയുണ്ട്, അതുകൊണ്ട് മാത്രം ചേർക്കുന്നതാണ്. ഈ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കുറച്ച് ഉള്ളി, അതുപോലെ ഉപ്പ്, മുളക് പൊടി, കുറച്ച് ഞാനിതിൽ ചിക്കൻ്റെ പീസസ് ഉണ്ട്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ റോൾ എന്നും പറയാം. ഇപ്പോൾ ചിക്കൻ്റെ പീസസ് ഉള്ളതുകൊണ്ട് ഈ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിനായിട്ട് വെക്കുന്നതല്ല, ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലുള്ളതുകൊണ്ട് മാത്രം എടുത്തതാണ്. അപ്പോൾ ഈ ഒരു സാധനം വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോൾ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് നമ്മുടെ മൈദ മാവ് നല്ല കുഴച്ചെടുക്കണം. ഒരു 3-4 ചപ്പാത്തി പരുവത്തിൽ 3-4 ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുന്നത്ര മാവ് നമുക്കെടുത്ത് കുഴക്കണം. അപ്പോൾ ഇത് നല്ലവണ്ണം നല്ല കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മൈദ നമ്മുടെ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയൊക്കെ ചേർത്തിട്ടാണ് കുഴച്ചിട്ടുള്ളത്. നല്ലവണ്ണം ഒന്ന് പതിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് ഒരു കാലത്ത് ഒരു 3-4 എണ്ണമായിട്ട് പരത്തിയെടുക്കാം. നമുക്ക് അങ്ങനെ പരത്തിയെടുക്കാമെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ തന്നെ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പരത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാവുന്ന എങ്ങനെ പറ്റുമെന്ന്. ആദ്യം ഞാൻ കുറച്ചൊന്ന് മൈദ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഒന്ന് നല്ലവണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പീസ് എടുക്കുക. അധികം തടിപ്പിൽ പരത്തണമെന്നൊന്നുമില്ല, ഇത്രയും മതിയാവും. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതായിട്ടാണ് റോളാക്കുന്നത്. അതായത് നമ്മളിപ്പോൾ മൈദ കുഴച്ചു, മൈദ നല്ല വൃത്തിക്ക് പരത്തി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു വെച്ചാൽ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇടുന്നുണ്ട് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം പറഞ്ഞ് ഞാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയാണ് ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ച് വെച്ചതല്ലേ, അപ്പോൾ കുറച്ചും കൂടി ആ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കാമെന്ന് തോന്നി. അങ്ങനെ നമുക്കൊരു ചേഞ്ച് ആയിട്ടുള്ളൊരു എഗ് റോൾ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം വെച്ചതിന് ശേഷം ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പരത്തി വെച്ചിട്ടുള്ള മൈദയുടെ ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രയും വലിയായിട്ട് പരത്താൻ പറ്റും അത്രയും വലുതാക്കി നേർങ്ങനെ പരത്തിയെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഏത് സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് മയോണൈസ് ഇപ്പോൾ. പിന്നെ അതേപോലെ തന്നെ ഷേസ്വാൻ സോസ് നിർബന്ധമല്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു എരിവിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സോസും ചേർത്ത് കൊടുക്കാം, ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് നല്ലവണ്ണം എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഈ റോള് സാധാരണ ഇതിലുണ്ടല്ലോ, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഈ റോളൊക്കെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ചൂടായിട്ടുണ്ട്. ഞാൻ ഈ പരത്തി നല്ല വലിയ നമ്മുടെ ഈ ഒരു പാത്രത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുത്തതാണ്. അപ്പോൾ അത് അതേപോലെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് എല്ലാ ഭാഗങ്ങളും എന്നിട്ട് ഒന്ന് വേണമെങ്കിൽ വലിച്ച് നീട്ടി കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിച്ച് നീട്ടി കൊടുക്കുക. പൊട്ടാതെ വലിച്ച് നീട്ടണം. ആ ഒരു സമയം കൊണ്ട് ഈ ഇതൊരാവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മുട്ട ഒന്ന് അടിച്ചെടുക്കണം. മുട്ട ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ്. ഒരു മുട്ട ഇതുപോലെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. വെറും മുട്ട മതി, അതിൽ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. സാധാ മുട്ട ഇത് നല്ലവണ്ണം അടിച്ചെടുക്കാവുന്നതാണ്. ഒന്ന് മറച്ചിട്ട് കൊടുക്കുമെന്ന് ഇതിനൊന്ന് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ച് വെച്ചാൽ മതി. തീ അധികം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ മുട്ട എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ വശത്തേക്കും ഒന്ന്
ആയി കൊടുക്കുക. എന്നുവെച്ചാൽ ഉപ്പൊന്ന് വിതറി കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നിട്ട് കൊടുത്താൽ മതിയാവും. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ മാത്രം, നിർബന്ധമില്ല. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മുട്ടയേനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കും, ശരിയായിട്ട് ഇതാവാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ഏകദേശം ഒരു ഭാഗം മറിച്ചിട്ടുണ്ടായിരുന്നു, മറിച്ചിട്ടതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട് നല്ലവണ്ണം. ഇതിലോട്ടേക്ക് കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഷേസ്വാൻ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്, കുറച്ച് മതിയാവും. ഇപ്പോൾ നമ്മൾ ഷേസ്വാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചതാണ് നമ്മൾ പറഞ്ഞ മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മയോണൈസ് പുറത്ത് തെറിക്കാതെ ചെയ്യണം. മയോണൈസും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം മൈദ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കിട്ടും, ചെയ്യാൻ വേണ്ടിയിട്ട് സാവകാശം കിട്ടും. അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞൊന്നും പോകില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മസാല നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓൾറെഡി മസാല ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് കുറച്ചൊന്ന് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ്റെ ചേർത്തിട്ടുള്ളൊരു മസാലയാണ്. അതായത് ഇതിനെ എഗ് റോൾ എന്ന് പറയാൻ വേണമെങ്കിൽ ചിക്കൻ റോൾ പറയാം, കാരണം നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഉരുളക്കിഴങ്ങുണ്ട്, വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കാരണം ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ഇതാണ്. കാരണം വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. കാരണം ഈ മസാലയുടെ കൂടെ ചേരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പച്ച കാബേജ് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചയായിട്ടുള്ള കാബേജാണ്. ഇനി അടുത്തതായി പച്ച ഉള്ളി മുകളിൽ ചേർത്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് ചേർക്കാൻ പറ്റും. അതിനുശേഷം കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ആക്ച്വലി ഇതൊക്കെ ചെയ്യേണ്ടത് പുറത്ത് വെച്ചതിന് ശേഷമാണ്. ഞാൻ ചെയ്തത് കുറച്ചൊന്ന് മാറിപ്പോയി, അത് കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഡയറക്റ്റായിട്ട് ഈ ബട്ടർ പേപ്പറിലോട്ട് മാറ്റി കൊടുക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബട്ടർ പേപ്പറിന് നമ്മളിവിടെ ഒന്ന് വെച്ചു, ഇങ്ങനെ വെച്ച് നമുക്കിതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ രുചികരമായ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഇറുക്കി തിന്നാവുന്നതാണ്. ഇതാണ് നമ്മുടെ രുചികരമായ റോൾ. അപ്പോൾ നമ്മുടെ രുചികരമായ നമ്മുടെ എഗ് റോൾ, ചിക്കൻ റോൾ റെഡിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ റെക്കോർഡിങ്ങിൽ ക്യാമറയിൽ എടുത്തപ്പോൾ അതിൽ റെക്കോർഡായില്ല. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു ബൈറ്റും കൂടി ചെയ്യുകയാണ്. തീർച്ചയായിട്ടും സൂപ്പറാണ്. ഞാൻ ആദ്യം ഇത് തന്നെയാണ് പറഞ്ഞത്, വീണ്ടും അത് തന്നെ പറയുന്നു. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. അത് കൊടുത്തതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഇൻബോക്സിൽ എത്തിച്ചേരുന്നതാണ്. കൂടാതെ മറക്കാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ പുതിയ വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. ബൈ.